ഞാൻ അപ്പനാടാ, നിനക്ക് ഇഡ്ഡലിയാണോ ദോശയാണോ ഉപ്പുമാവാണോ പുട്ടാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ തരടാ. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ കണ്ണും പൂട്ടി, ആ വാക്ക് പറ, ട്രസ്റ്റ്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ ബൈബിളിന്റെ മൊത്തം തീം ഒറ്റ വാക്കി പറയാമോ? ഞാൻ പറയും ട്രസ്റ്റ്. ദൈവം മാനവകുലത്തോട് അപേക്ഷിക്കുകയാണ്. പറഞ്ഞ് 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 മടുത്ത് മനുഷ്യന് മനസ്സിലാകാതെ വന്നപ്പോൾ അവൻ തന്റെ പുത്രനെ കുരിശിൽ ബലിയാക്കിയിട്ട് കരഞ്ഞു പറഞ്ഞു, ട്രസ്റ്റ്, ഒന്ന് വിശ്വസിക്കണ എന്നെ, ഞാൻ അപ്പനാടാ. എന്റെ മകനെ തന്നിട്ട് ഞാൻ പറയുകയാണ്, എന്നെ ഒന്ന് വിശ്വസിക്ക്, നിന്നെ നശിപ്പിക്കാൻ പോകുന്ന ഡിക്റ്റേറ്റർ അല്ല ഞാൻ അപ്പനാടാ, ട്രസ്റ്റ് മീ, എന്നെ നീ ഒന്ന് വിശ്വസിക്ക്. ഉറക്കെ പറ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. എന്നെ ഒന്ന് നീ ഒന്ന് ട്രസ്റ്റ് ചെയ്യ്. ഇങ്ങനെ ആരെങ്കിലും ഒരാള് എൻ്റെ ദൈവം പറയുന്നതാണ് ശരി, എൻ്റെ ബുദ്ധിക്ക് അതൊന്നും അങ്ങോട്ട് സ്വീകാര്യമല്ലെങ്കിൽ എൻ്റെ ദൈവം പറയുന്നതാണ് ശരിയെന്ന് ദൈവത്തിന് ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ കണ്ണും പൂട്ടി ആശ്രയിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആരാധന. പണമല്ല, സുഖമല്ല, അധികാരമല്ല, ദൈവം പ്രയോറിറ്റി നമ്പർ 1. അതിന്റെ പേരാണ് വർഷിപ്പ്. ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ചറിയുന്ന ഒരാള്, ദൈവത്തിന്റെ സ്വഭാവം തിരിച്ചറിയുന്ന ഒരാള് തീരുമാനിക്കുകയാണ്, കർത്താവ് പറയുന്നതാണ് ശരി, ദൈവം പറയുന്നതാണ് ശരി. അപ്പൊ എന്താ ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ, ദൈവമേ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാം, നീ പറയുന്നതാണ് ശരി, നീയാണ് ജീവിതത്തിലെ ഒന്നാം സ്ഥാനം, നിനക്കാണ് എന്നൊരാള് അയാളുടെ ഉള്ളിലെ മനോഭാവത്തിന്റെ പേരാണ് ആരാധന. എഴുന്നേറ്റോ.